കട്ടപ്പന ശ്രീധർമ്മശാസ്താ ക്ഷേത്രം കാനന ഭൂമിയിലെ ശരണമന്ത്രങ്ങളിൽ നിന്ന് ഹൈറേഞ്ചിൻ്റെ പുണ്യകേന്ദ്രത്തിലേക്ക്. ഇടുക്കി ജില്ലയുടെ സ്ഥിരാകേന്ദ്രമായ കട്ടപ്പനയുടെ വളർച്ചാ ചരിത്രം കേവലം ഒരു പട്ടണത്തിൻ്റെ വികാസമല്ല, മറിച്ച് മണ്ണിൽ ചോര നീരാക്കി പണിയെടുത്ത ഒരു ജനതയുടെ അതിജീവനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കൂടി കഥയാണ്. പച്ചപ്പും വന്യതയും നിറഞ്ഞ ഹൈറേഞ്ച് മലനിരകളിൽ കുടിയേറ്റത്തിൻ്റെ ആദ്യ നാളുകളിൽ മനുഷ്യൻ നേരിട്ട പ്രതിസന്ധികൾ നിരവധിയായിരുന്നു. പ്രകൃതിക്ഷോഭങ്ങളുടെയും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളും ജീവിതത്തെ തളർത്താൻ നോക്കിയപ്പോൾ ആ പച്ചപ്പിൻ്റെ മടിത്തട്ടിൽ അവർക്കായി തുണയായത് അയ്യപ്പൻ്റെ ശരണമന്ത്രങ്ങളാണ്. ഇടുക്കിയുടെ കുടിയേറ്റ ചരിത്രത്തിനൊപ്പം ചേർത്ത് പിടിക്കേണ്ട ഒരു പുണ്യസങ്കേതമുണ്ട്. മലനിരകളുടെ മടിത്തട്ടിൽ കഠിനാധ്വാനികളായ കർഷകരുടെ കണ്ണുനീരും വിയർപ്പും വീണ മണ്ണിൽ ഭക്തിയുടെയും അതിജീവനത്തിൻ്റെയും പ്രതീകമായി തലയുയർത്തി നിൽക്കുന്ന കട്ടപ്പന ശ്രീധർമ്മശാസ്താ ക്ഷേത്രം ഇന്ന് ഇടുക്കിയിലെ ഏറ്റവും വലിയ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഒന്നായി വളർന്നു നിൽക്കുന്ന കട്ടപ്പന ശ്രീധർമ്മശാസ്താ ക്ഷേത്രം ആ വിശ്വാസത്തിൻ്റെ ആഴമേറിയ വേരുകൾ പേറുന്ന ഒരു പുണ്യഭൂമിയാണ്. ഇടുക്കി ജില്ലയിലെ കുടിയേറ്റ ചരിത്രം പരിശോധിച്ചാൽ അത് വന്യമൃഗങ്ങളോടും പ്രകൃതിക്ഷോഭങ്ങളോടും പടവെട്ടി മണ്ണു പൊന്നാക്കിയ മനുഷ്യരുടെ വീരഗാഥയാണെന്നു കാണാം. ആ വലിയ ചരിത്രപടത്തിൻ്റെ സുവർണ അധ്യായമാണ് കട്ടപ്പനയിലെ ഈ അയ്യപ്പ ക്ഷേത്രം. കട്ടപ്പന എന്ന പ്രദേശം കാടും മലയും വന്യമൃഗങ്ങളും അടക്കി വാണിരുന്ന ഒരു കാലം. മധ്യതിരുവിതാംകൂറിൽ നിന്നും മലബാറിൽ നിന്നും പട്ടിണിയെ പേടിച്ച് ഹൈറേഞ്ചിലേക്ക് വണ്ടി കയറിയ കർഷകർ ഈ മണ്ണിൽ ജീവിതം പടുത്തുയർത്താൻ തുടങ്ങിയപ്പോൾ അവർക്ക് കൂട്ടിനുണ്ടായിരുന്നത് സ്വന്തം അധ്വാനശേഷിയിലും ദൈവത്തിലുമുള്ള വിശ്വാസം. വന്യമൃഗങ്ങളുടെ ഭീഷണി, മലമ്പനി തുടങ്ങിയ രോഗങ്ങൾ, ഗതാഗത സൗകര്യങ്ങളുടെ അഭാവം എന്നിവയാൽ ദുസ്സഹമായിരുന്നു അന്നത്തെ ജീവിതം. ഈശ്വരാരാധനയ്ക്കായി ഒരു ക്ഷേത്രം വേണമെന്നത് ഈ കുടിയേറ്റ ജനതയുടെ വലിയൊരാഗ്രഹമായിരുന്നു. കട്ടപ്പന എന്ന പ്രദേശം ഇന്നു കാണുന്ന വികസിത പട്ടണമാകുന്നതിന് മുൻപ് കാട് മൂടിക്കിടന്ന ഒരു പ്രദേശമായിരുന്നു. അവിടെ കൃഷി ചെയ്തും പണിയെടുത്തും കഴിഞ്ഞിരുന്ന മനുഷ്യർക്ക് ആപത്ഘട്ടങ്ങളിൽ ശരണം വിളിക്കാൻ ഒരു സങ്കേതം ആവശ്യമായിരുന്നു. എന്നാൽ കാട് വെട്ടിത്തെളിച്ച് കൃഷി ഇറക്കാൻ പോലും കഷ്ടപ്പെട്ടവർക്ക് ഒരു ക്ഷേത്രം പണിയുക എന്നത് വലിയൊരു വെല്ലുവിളിയും. ഈ വലിയ സ്വപ്നത്തിൻ്റെ അടിത്തറയിട്ടത് തോണിത്തടി വാസു എന്നറിയപ്പെടുന്ന AK വാസു ആറുകണ്ടത്തിലായിരുന്നു. ദീർഘവീക്ഷണവും കടുത്ത അയ്യപ്പ ഭക്തിയും ഉണ്ടായിരുന്ന അദ്ദേഹം ക്ഷേത്രത്തിനായി ഏതാണ്ട് 2.5 ഏക്കറോളം ഭൂമി വെട്ടിപ്പിടിച്ചു. ഇന്നത്തെ അമ്പലക്കവലയും പരിസരവും അന്ന് കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായിരുന്നു. അവിടെയാണ് ആത്മീയതയുടെ ആദ്യത്തെ വിളക്ക് അദ്ദേഹം തെളിയിച്ചത്. കട്ടപ്പനയുടെ കുടിയേറ്റ ചരിത്രം തന്നെ ആരംഭിക്കുന്നത് 1940കളിലാണ്. അപ്പോൾ 1950കളിലാണ് നമ്മുടെ കട്ടപ്പന ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൻ്റെ ആരംഭം തന്നെ. അന്ന് ഇവിടെ ഒരുപാട് ആളുകൾ കുടിയേറി വന്നെങ്കിലും കട്ടപ്പനയിൽ ആറുകണ്ടത്തിൽ വാസു, തോണിത്തടി വാസു എന്നറിയപ്പെടുന്ന ഒരു സാമൂഹിക പ്രവർത്തകൻ അമ്പലക്കവലയിൽ എത്തി അവിടെ കുറച്ച് സ്ഥലം, അതായത് 2 ഏക്കറോളം സ്ഥലം ഒരു ദേവാലയത്തിനായിട്ട് മാറ്റിയിടുകയും അതോടൊപ്പം ഒരു സ്കൂളും ആരംഭിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അങ്ങനെ ഒരു കാര്യങ്ങൾ അവിടെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇവിടെ വന്യജീവികളുടെ വളരെയധികം ആക്രമണങ്ങൾ, അതുപോലെ തന്നെ വന്യജീവികളുടെ ശല്യം ഈ പ്രദേശത്തുണ്ടായിരുന്നു. കുറേ അധികം സ്ഥലം ഇവിടെ വെട്ടിയെടുക്കുകയും അവിടെ ഒരുപാട് ആളുകൾ, അതായത് ആദിവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ താമസിച്ചു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ആ കാലഘട്ടത്തിൽ ഈ അമ്പലക്കവല പ്രദേശത്ത് ഒരു ആരാധനാലയവും ഒരു സ്കൂളും ഒക്കെ വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അവർ പ്രവർത്തിച്ചു വന്നത്. അങ്ങനെയാണ് അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം തന്നെ നടക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് പിൻതലമുറകളിലേക്ക് കൈമാറി വന്ന ഹൃദയസ്പർശിയായ ഒരു ചരിത്ര കഥയുണ്ട്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നിടത്ത് പണ്ട് കൊയ്തെടുത്ത നെൽക്കറ്റകൾ മെതിക്കുന്നതിനായുള്ള ഒരു കറ്റക്കളമുണ്ടായിരുന്നു. ഒരു വൈകുന്നേരം കുളി കഴിഞ്ഞ് ആ കറ്റക്കളത്തിലേക്ക് എത്തിയ വാസു കണ്ടത് ഭയാനകമായ ഒരു കാഴ്ചയാണ്. കടുത്ത കലിയോടെ ഒരൊറ്റയാൻ അദ്ദേഹത്തിന് നേരെ പാഞ്ഞെടുക്കുന്നു. റാന്തൽ വിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ ആനയുടെ കണ്ണുകളിലെ രൗദ്രഭാവം അദ്ദേഹം കണ്ടു. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാ നിന്ന ആ നിമിഷം അദ്ദേഹം തൻ്റെ മനസ്സിലുള്ള അയ്യപ്പനെ വിളിച്ചു. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ഉറക്കെ വിളിച്ച് അദ്ദേഹം സമീപത്തുണ്ടായിരുന്ന കൊയ്ത്താലയുടെ അകത്തേക്ക് ഓടിക്കയറി. എങ്ങനെയോ പണിപ്പെട്ട് മേൽക്കൂരയിലെ ഉത്തരത്തിൽ തൂങ്ങി അദ്ദേഹം മുകളിൽ ഒളിച്ചു. പുറത്ത് ആന തൻ്റെ തുമ്പിക്കൈ ഉയർത്തി ചിഹ്നം വിളിച്ച് ചുറ്റും തിരയുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവൻ ഏത് നിമിഷവും പൊലിയാമെന്ന അവസ്ഥ. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, തൻ്റെ ഇരയെ വേട്ടയാടാൻ തുനിഞ്ഞു നിന്ന ആ ഗജവീരൻ പെട്ടെന്ന് ശാന്തനാവുകയും ആരെയും ഉപദ്രവിക്കാതെ പിന്തിരിഞ്ഞു പോവുകയും ചെയ്തു.
ആ ഒറ്റയാനെ പിന്നീട് ആ പ്രദേശത്ത് ആരും കണ്ടിട്ടില്ല. ഇത് അയ്യപ്പൻ്റെ നേരിട്ടുള്ള ഇടപെടലായി വാസു വിശ്വസിച്ചു. ഇതിൻ്റെ നന്ദി സൂചകമായി അടുത്ത ദിവസം തന്നെ അദ്ദേഹം അവിടെ അയ്യപ്പൻ്റെ ഒരു ചിത്രം വെച്ച് വിളക്ക് തെളിയിച്ചു. കാടിൻ്റെ മക്കളായ കർഷകർക്ക് അതൊരു അടയാളമായിരുന്നു. ആ മണ്ണിൽ അയ്യപ്പൻ്റെ സാന്നിധ്യമുണ്ടെന്ന ഉറച്ച അടയാളം. അവിടെ ഒരു ഫോട്ടോ വെച്ച് ആരാധന ആരംഭിക്കുകയും അതിന് പിന്നിലായി ഈ കുറേ ആളുകൾ ചേർന്ന് അവിടെ ഒരു പുല്ല് മേഞ്ഞ ഒരു ക്ഷേത്രം ആരംഭിക്കുകയാണ് ഉണ്ടായത്. 1950 ശേഷം അങ്ങനെ ആരംഭിച്ച ആ ക്ഷേത്രം പിന്നീട് അത് ഓടിട്ട് മേഞ്ഞ ഒരു ക്ഷേത്രമായി മാറി. അതിന് ചെറിയ നടപ്പന്തലുമൊക്കെ പണിത് അങ്ങനെ ആ ക്ഷേത്രം പ്രവർത്തിച്ച് വന്നിരുന്ന കാലഘട്ടത്തിൽ പിന്നീട് ഇപ്പോൾ നിലനിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് 2001 ശ്രീ റജി കൊട്ടക്കാട്ട് അവറുകളുടെ നേതൃത്വത്തിൽ വന്ന ഭരണസമിതി. അന്നത്തെ ആ കാലഘട്ടത്തിൽ ഞാനും സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തോടൊപ്പം. ആ കാലഘട്ടത്തിലുണ്ടായ ഭരണസമിതി 2003 പുതിയ ക്ഷേത്രത്തിനുള്ള പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുകയും 2008 പഞ്ചലോക വിഗ്രഹത്തിൻ്റെ കൂടിയുള്ള ഒരു പ്രതിഷ്ഠ നടത്തുകയാണ് ചെയ്തത്. അക്കാലത്ത് കട്ടപ്പന പ്രദേശത്തെ കർഷകരുടെ പ്രധാന ശത്രു വന്യമൃഗങ്ങളായിരുന്നു. ആനയും പന്നിയും ചേർന്ന് വിളകൾ നശിപ്പിക്കുന്നത് നിത്യസംഭവവും. എന്നാൽ കറ്റക്കളത്തിൽ അയ്യപ്പൻ്റെ പടം വെച്ച് ആരാനൊടുങ്ങിയ വന്യമൃഗങ്ങളുടെ ശല്യം അത്ഭുതകരമായി കുറഞ്ഞു. ഈ വാർത്ത നാടാകെ പടർന്നു. ജാതി മതഭേദമന്യേ എല്ലാവരും ആ കറ്റക്കളത്തിൽ ശരണം വിളിക്കാനായി എത്താൻ തുടങ്ങി. പിറ്റേ വർഷം ശബരിമലയ്ക്ക് പോയ വാസു അയ്യപ്പൻ്റെ ഒരു വിഗ്രഹം കൊണ്ടുവരികയും നാട്ടുകാരുടെ സഹകരണത്തോടെ അത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഈറ്റയും പുല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ചെറിയ പുരയായിരുന്നു അന്ന് ശാസ്താവിൻ്റെ ആസ്ഥാനം. എങ്കിലും ആ ചെറിയ കൂരയ്ക്കുള്ളിലെ ചൈതന്യം വളരെ വലുതായിരുന്നു. അന്നത്തെ പരിമിതമായ സാഹചര്യത്തിലും 3 ആനകളെ വരെ അണിനിരത്തി ഉത്സവം നടത്തിയിരുന്നത് പഴമക്കാർ ഇന്നും ആവേശത്തോടെ സ്മരിക്കുന്നു. അത് ശാസ്താവിനോടുള്ള അവരുടെ ഭക്തിയുടെ ആഴം വ്യക്തമാക്കുന്നു. നാടിൻ്റെ വളർച്ചയ്ക്കൊപ്പം ക്ഷേത്രത്തിൻ്റെ വികാസത്തിലും വലിയ മാറ്റങ്ങളുണ്ടായി. കട്ടപ്പന കേന്ദ്രീകരിച്ച് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ഒരു ശാഖ രൂപം കൊണ്ടത് ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ചയിൽ നിർണായകമായി. അയ്യപ്പൻ്റെ അനുഗ്രഹമാണ് ഈ സംഘടനയുടെ രൂപീകരണത്തിന് വഴിവെച്ചതെന്ന് ഈ നാട്ടിലെ ശ്രീനാരായണീയർ വിശ്വസിക്കുന്നു. പിൽക്കാലത്ത് ക്ഷേത്രത്തിൻ്റെ ഭരണം SNDP ശാഖ ഏറ്റെടുത്തു. ഈ കാലഘട്ടത്തിൽ നിത്യപൂജകളും ആചാരപരമായ ഉത്സവങ്ങളും കൂടുതൽ വ്യവസ്ഥാപിതമായി. ഈ മാറ്റങ്ങൾക്ക് പിന്നിൽ തോണിത്തടി വാസുവിനൊപ്പം ഗോപാലൻ കാക്കനാട്ട്, കൊല്ലപ്പള്ളി ശാന്തി തുടങ്ങിയവരുടെ നിസ്തുലമായ സേവനങ്ങൾ ഇന്നും ചരിത്രത്തിൽ സ്മരിക്കപ്പെടുന്നു. ഇവരുടെ ദീർഘവീക്ഷണമാണ് ഈ ക്ഷേത്രത്തെ ഹൈറേഞ്ചിൻ്റെ പുണ്യമാക്കി മാറ്റിയത്. കാലപ്പഴക്കം ചെന്ന പഴയ ക്ഷേത്രം പുതുക്കിപ്പണിയണമെന്ന നാട്ടുകാരുടെ ഉറച്ച തീരുമാനത്തിൻ്റെ ഫലമായാണ് ഇന്നു കാണുന്ന ഗംഭീരമായ ക്ഷേത്ര സമുച്ചയം ഉയർന്നു വന്നത്. 2003 ആരംഭിച്ച പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഭക്തജനങ്ങളുടെ കഠിന പ്രയത്നത്താൽ 2008 പൂർത്തിയായി. കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന അയ്യപ്പൻ അഥവാ ശ്രീധർമ്മശാസ്താവാണ് ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തി. മഹിഷിയെ നിഗ്രഹിച്ച ശേഷം ഭക്തർക്ക് അഭയമേകുന്ന രൂപത്തിൽ പഞ്ചലോഹത്തിൽ നിർമ്മിച്ച വിഗ്രഹത്തിലാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത്. കുടുംബ ഐശ്വര്യത്തിനും ആത്മീയ പൂർണ്ണതയ്ക്കും അത്യുത്തമെന്ന് കരുതപ്പെടുന്ന പ്രഭാസത്വിക സമേതനായ ഭാവമാണ് ഈ പ്രതിഷ്ഠയ്ക്കുള്ളത്. പ്രധാന ദേവനായ ശാസ്താവിനോടൊപ്പം ഗണപതി, ജയദുർഗ, സുബ്രഹ്മണ്യൻ, മഹാദേവൻ, ഭദ്രകാളി, മഹേശ്വരി എന്നീ ഉപദേവതകളുടെ സാന്നിധ്യവും ക്ഷേത്രത്തിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ലോകഗുരുവായ ശ്രീനാരായണ ഗുരുവിൻ്റെ ചൈതന്യം ആവാഹിച്ച മണ്ഡപവും ഇവിടെ സവിശേഷമായി ഒരുക്കിയിട്ടുണ്ട്. ശനിദോഷങ്ങൾ അകറ്റുന്നതിനായി ഭക്തർ ഏറെ വിശ്വാസത്തോടെ നടത്തുന്ന നീരാഞ്ജനം വഴിപാട് ഈ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ്. കാനനവാസനായ അയ്യപ്പൻ്റെ കരുണയും ആത്മീയ ശാന്തിയും തേടി നിരവധി ഭക്തർ നിത്യേന ഇവിടെ എത്തുന്നു. കുംഭമാസത്തിലെ ഉത്രം നാളിലാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ 8-ാം ദിവസത്തെ ആറാട്ടോടെ അവസാനിക്കുന്നു. ജാതി മതഭേദമന്യേ ഹൈറേഞ്ചുകാർ ഒത്തുചേരുന്ന ഒരു മഹാമേളയാണിത്. 5 പ്രധാന കരകളായ അമ്പലക്കവല, മേട്ടുകുഴി, പാറക്കടവ്, കുന്തളംപാറ, വള്ളക്കടവ്, 20 ഏക്കർ, നരിയാമ്പാറ, വലിയകണ്ടം, വെള്ളാങ്കുടി എന്നിവരുടെ സംയുക്ത ഘോഷയാത്രയാണ് ഉത്സവത്തിൻ്റെ പ്രധാന ആകർഷണം. വൻ ജനപങ്കാളിത്തം നടക്കുന്ന ആറാട്ട് സദ്യയും ആഘോഷയാത്രയും ഈ പ്രദേശത്തെ സാമൂഹിക ഐക്യത്തിൻ്റെ കൂടി പ്രതീകമാണ്. ഭക്തർക്ക് ആത്മസംതൃപ്തിയും ഐശ്വര്യവും നൽകുന്ന ഒട്ടനവധി ആചാരങ്ങളും കട്ടപ്പന ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലുള്ളത്. ശനിദോഷങ്ങൾ അകറ്റുന്നതിനായി ഭഗവാൻ സമർപ്പിക്കുന്ന നീരാഞ്ജനം ഇവിടുത്തെ ഏറ്റവും സവിശേഷമായ വഴിപാടായി കണക്കാക്കപ്പെടുന്നു. ശബരിമലയിലെ ആചാരങ്ങൾക്കെന്ന പോലെ ഭഗവാന് ഏറെ പ്രിയപ്പെട്ട നെയ്യഭിഷേകവും ഇവിടെ പ്രധാനമാണ്.
എല്ലാ മലയാള മാസവും 1-ാം തീയതി നടത്തുന്ന നവകലശ പൂജ, ശീവേലി എഴുന്നള്ളത്ത്, ശ്രീഭൂതബലി എന്നിവ ക്ഷേത്രത്തിലെ ആത്മീയ ചൈതന്യം വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ചിങ്ങം 1 നടത്തുന്ന വിശേഷാൽ കളഭാഭിഷേകം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് പൂർത്തിയാക്കുന്നത്. നിത്യപൂജകൾക്ക് പുറമെ വിശേഷാൽ ദിവസങ്ങളിൽ നടത്തുന്ന ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ദൂരദേശങ്ങളിൽ നിന്നും നിരവധി ഭക്തർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. ശബരിമലയിലേക്ക് പോകാൻ മാലയിടുന്ന ഭക്തർക്കും ഹൈറേഞ്ചിലൂടെ കടന്നുപോകുന്ന തീർത്ഥാടകർക്കും ഒരു വലിയ ആശ്രയമാണ് ഈ പുണ്യഭൂമി. ക്ഷേത്രം ഇന്ന് വലിയൊരു ഭരണ സംവിധാനത്തിന് കീഴിലാണെങ്കിലും അതിൻ്റെ തുടക്കക്കാരനായ തോണിത്തടി വാസുവിൻ്റെ കുടുംബത്തോടുള്ള കടപ്പാട് ഇന്നും കാത്തുസൂക്ഷിക്കുന്നു. ദേവപ്രശ്നപ്രകാരം ആറുകൊണ്ടത്തിൽ കുടുംബത്തിനുള്ള ഊരാഴ്മ അവകാശങ്ങളും ചടങ്ങുകളിലെ പ്രത്യേക സ്ഥാനവും ഇപ്പോഴും തുടർന്നു പോരുന്നു. ഇത് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും ചരിത്രവും തമ്മിലുള്ള ഇടപിരിയാത്ത ബന്ധത്തെ സൂചിപ്പിക്കുന്നു. കട്ടപ്പന ശ്രീധർമ്മശാസ്താ ക്ഷേത്രം വെറും ഒരു ആരാധനാലയം മാത്രമല്ല, അത് ഒരു ജനതയുടെ അതിജീവനത്തിന് കരുത്ത് നൽകിയ അഭയകേന്ദ്രം കൂടിയാണ്. വന്യമൃഗങ്ങളെ ഭയന്നു കഴിഞ്ഞിരുന്ന ഒരു കുടിയേറ്റ ഭൂമിയെ ഇന്നു കാണുന്ന സമ്പന്നമായ നഗരമാക്കി മാറ്റുന്നതിൽ ഈ ക്ഷേത്രത്തിൽ നിന്നുള്ള ശരണം വിളികൾക്കും വലിയൊരു പങ്കുണ്ട്. ഹൈറേഞ്ചിൻ്റെ പുണ്യമായി വളരുന്ന ഈ മഹാക്ഷേത്രം വരും തലമുറകൾക്ക് പകർന്നു നൽകുന്നത് ഭക്തിയുടെയും ഒത്തൊരുമയുടെയും ഉജ്ജ്വലമായ സന്ദേശമാണ്.